എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുഞ്ഞുങ്ങളിലെ വയറിളക്കത്തെക്കുറിച്ചാണ്. ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ കുഞ്ഞിന് പല്ല് മുളച്ചു വരുമ്പോഴോ ഒക്കെ വയറിളക്കം വരുന്നത് സാധാരണയായിട്ട് കാണാറുണ്ട്. പലരും വിചാരിക്കുന്നത് പല്ല് മുളയ്ക്കുന്നത് കൊണ്ട് വയറിളക്കം വരുന്നു എന്നതാണ്. പക്ഷേ സത്യാവസ്ഥ അതല്ല. പല്ല് വരുമ്പോൾ മോണ ചൊറിയുന്നത് കൊണ്ട് കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്ത് കുട്ടി എന്ത് ചെയ്യും? വായിൽ വയ്ക്കും. അങ്ങനെ അണുക്കൾ വയറ്റിൽ ചെല്ലുന്നതാണ് വയറിളക്കത്തിന് കാരണമാകുന്നത്. വയറിളക്കം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും വലിയ പേടിയാണ്. ആ പേടി മാറ്റാനും വീട്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും വിശദമായി ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. കാരണം ഇത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വളരെ സഹായിക്കുന്ന കാര്യമാണ്. വീട്ടിലെ ചികിത്സയും ORS തയ്യാറാക്കുന്ന വിധവുമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വയറിളക്കം വന്നാൽ നമ്മൾ പേടിക്കേണ്ടത് വയറിളകുന്നതിനെയല്ല, മറിച്ച് കുഞ്ഞിൻ്റെ ശരീരത്തിലെ വെള്ളം വറ്റിപ്പോകുന്നതിനെയാണ്. അതായത് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ പേടിക്കേണ്ടത്. ഇതിനുള്ള ഏറ്റവും വലിയ മരുന്ന് നമ്മുടെ കയ്യിലെ ORS സൊല്യൂഷൻ തന്നെയാണ്. ORS ലിക്വിഡ് തന്നെയാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പലർക്കും അറിയില്ല. കടകളിൽ കിട്ടാറുണ്ട്, ORS പാക്കറ്റ് കിട്ടാറുണ്ട്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് പലർക്കും അറിയില്ല. 1 ലിറ്റർ വെള്ളം തിളപ്പിച്ചാറിയ ശേഷം വേണം ഒരു മുഴുവൻ ORS പാക്കറ്റും അതിൽ കലക്കാനായിട്ട്. ഓരോ തവണ വയറിളകുമ്പോഴും കുറേശ്ശെ വീതം കുഞ്ഞിന് കൊടുക്കണം. പെട്ടെന്ന് കുടിപ്പിച്ച് തീർക്കരുത്. ഓരോ സ്പൂൺ വീതം സാവധാനം നൽകണം. അതിൻ്റെ കൂടെ മുലപ്പാൽ കൊടുക്കുന്നത് ഒരു കാരണവശാലും നിർത്തരുത്. പാല് കൊടുത്താൽ വയറിളക്കം കൂടുമെന്നൊക്കെ പറയുന്നത് വെറും തെറ്റായ മിഥ്യാധാരണകളാണ്. പിന്നെ കഞ്ഞിവെള്ളവും കരിക്കിൻ വെള്ളവും കുട്ടിക്ക് കൊടുക്കാം. പക്ഷേ ഉപ്പ് ചേർക്കാൻ മറക്കരുത്. എപ്പോൾ നമ്മൾ ഡോക്ടറെ കാണണം എന്നാണ് പറയാൻ പോകുന്നത്. കുഞ്ഞ് 6 മണിക്കൂർ കൂടുതൽ മൂത്രം ഒഴിക്കാതിരിക്കുക. കുഞ്ഞിൻ്റെ തലയിലെ കുഴി ഫോണ്ടനല്ലേ വല്ലാതെ താഴ്ന്നു പോവുക. കണ്ണു കുഴിഞ്ഞിരിക്കുക. വയറിളക്കത്തോടൊപ്പം വിട്ടുമാറാത്ത ഛർദിയും ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ വീട്ടിലിരുന്ന് സമയം കളയരുത്. അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഉടനെ തന്നെ കുഞ്ഞിനെ എത്തിക്കണം. അണുബാധയുണ്ടെങ്കിൽ ഡോക്ടർ പറയുന്ന സിങ്ക് സിറപ്പോ ആൻറ്റിബയോട്ടിക്കോ കൃത്യമായി കുഞ്ഞിന് നൽകണം. വയറിളക്കമുള്ളപ്പോൾ കുഞ്ഞിന് ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങൾ നൽകുക. അതായത് ഏത്തപ്പഴം ഉടച്ചത്, ആപ്പിൾ പുഴുങ്ങിയത്, കട്ടിയില്ലാത്ത കഞ്ഞി എന്നിവ കുട്ടിക്ക് നല്ലതാണ്. ഏറ്റവും പ്രധാനം നമ്മൾ വൃത്തിയാണ്. ഡയപ്പർ മാറ്റിക്കഴിഞ്ഞാൽ കൈ സോപ്പിട്ട് കഴുകുക. കുഞ്ഞിൻ്റെ കളിപ്പാട്ടങ്ങൾ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുഞ്ഞ് പെട്ടെന്ന് ഉഷാറാകും. അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.